മലയാള സിനിമയിലെ പ്രശസ്ത നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസ് കേരള പോലീസിന്റെ വിശ്വസ്തതയും നിഷ്പക്ഷതയും സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുകയാണ്. ഒരു സാധാരണക്കാരനാണ് ഇത്തരം ഒരു അപകടം വരുത്തിയിരുന്നതെങ്കിൽ പോലീസ് സ്വീകരിക്കുമായിരുന്ന കർക്കശമായ നടപടികൾ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അപകടം നടന്ന സമയം മുതൽ പ്രതിയെ സ്റ്റേഷനിൽ എത്തിക്കുന്നത് വരെയുള്ള പോലീസിന്റെ ഓരോ നീക്കങ്ങളും ഇപ്പോൾ ഉന്നതതല അന്വേഷണത്തിന്റെ പരിധിയിലാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന മേഖലയിലാണ് അപകടം നടന്നത്. പോലീസ് ആസ്ഥാനത്തിന് തൊട്ടുമുന്നിൽ വെച്ച് മണിയൻപിള്ള രാജു സഞ്ചരിച്ചിരുന്ന വാഹനം മറ്റ് യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടമുണ്ടായാൽ പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനോ അവരെ ആശുപത്രിയിൽ എത്തിക്കാനോ ഉള്ള മാനുഷികമായ ഉത്തരവാദിത്തം ഏതൊരു പൗരനുമുണ്ട്. എന്നാൽ വാഹനം നിർത്താതെ വേഗത്തിൽ ഓടിച്ചുപോയ നടന്റെ നടപടി നിയമപരമായി ഹിറ്റ് ആൻഡ് റൺ എന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പോലീസ് ആസ്ഥാനത്തിന്റെ മുന്നിലെ CCTV ക്യാമറകളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിട്ടും പ്രതിക്ക് സുരക്ഷിതമായി സംഭവസ്ഥലത്ത് നിന്ന് മാറാൻ കഴിഞ്ഞു എന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ നിരീക്ഷണ പാളിച്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് പോലീസിന്റെ വിശദീകരണവും പ്രതിയുടെ വെളിപ്പെടുത്തലും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അപകടം നടന്ന രാത്രി തന്നെ പോലീസ് മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തിയെന്നും എന്നാൽ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നതിനാൽ അകത്തു കയറാൻ സാധിച്ചില്ലെന്നുമാണ് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രാജു തന്നെ രംഗത്തെത്തി. അപകടം നടന്ന അന്ന് രാത്രിയിൽ പോലീസ് എന്നെ വീട്ടിൽ വന്ന് കണ്ടിരുന്നു. എനിക്ക് ശാരീരികമായി അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് രാവിലെ സ്റ്റേഷനിൽ ഹാജരായാൽ മതിയെന്ന് പറഞ്ഞ് അവർ മടങ്ങുകയായിരുന്നു എന്നായിരുന്നു രാജുവിന്റെ വെളിപ്പെടുത്തൽ. ഈ പ്രസ്താവന പോലീസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കി. ഒരപകടം വരുത്തി മുങ്ങിയ പ്രതിയെ വീട്ടിൽ വെച്ച് കണ്ടിട്ടും കസ്റ്റഡിയിൽ എടുക്കാതെ സൗകര്യപൂർവ്വം മടങ്ങാൻ പോലീസിന് അനുവാദം നൽകിയത് ആരാണെന്ന ചോദ്യം ഇതോടെ ശക്തമായി. വാഹന അപകട കേസുകളിൽ ഏറ്റവും നിർണായകമായ തെളിവാണ് രക്തപരിശോധന. ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അപകടം നടന്ന ഉടൻ തന്നെ പരിശോധന നടത്തണം. എന്നാൽ മണിയൻപിള്ള രാജുവിന്റെ കാര്യത്തിൽ അപകടം നടന്ന് 12 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് വൈദ്യ പരിശോധന നടന്നത്. ഈ 12 മണിക്കൂർ എന്ന സമയം വളരെ നിർണായകമാണ്. രക്തത്തിലെ മദ്യത്തിന്റെ അംശം കുറയാനും അത് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ഈ സമയം ധാരാളമാണ്. മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനയെ അട്ടിമറിക്കാൻ പോലീസ് ബോധപൂർവം സമയം വൈകിപ്പിച്ചു എന്ന ആക്ഷേപവും ശക്തമാണ്. 2024 മുതൽ താൻ മദ്യപിക്കാറില്ലെന്ന രാജുവിന്റെ വാദം ശരിയാണോ എന്ന് തെളിയിക്കാൻ ഇനി ലാബ് റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കണം. അപകടമുണ്ടാക്കിയ വാഹനം ഉടൻ കസ്റ്റഡിയിൽ എടുക്കുന്നതിലും പോലീസ് ഗുരുതരമായ വീഴ്ച വരുത്തി. സാധാരണഗതിയിൽ അപകടമുണ്ടാക്കിയ വാഹനം സംഭവസ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ ഉടൻ തന്നെയോ കസ്റ്റഡിയിൽ എടുക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ പ്രതിയുടെ മൊഴി ലഭിച്ച ശേഷം പിറ്റേ ദിവസം ടെന്നീസ് ക്ലബിന് പിന്നിൽ നിന്നുമാണ് വാഹനം കണ്ടെടുത്തത്. അപകടം നടന്ന രാത്രിയിൽ വാഹനം ഒളിപ്പിച്ചു വെക്കാനും അതിലെ തെളിവുകൾ നശിപ്പിക്കാനും പ്രതിക്ക് പോലീസ് അവസരം നൽകിയോ എന്ന സംശയം അന്വേഷണ പരിധിയിലുണ്ട്. ഈ കേസിൽ പോലീസിന്റെ മെല്ലെപ്പോക്കിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ സാമ്പത്തിക ഇടപെടലുകൾ ഉണ്ടെന്നതാണ് സൂചന. ഭരണപക്ഷത്ത് വലിയ സ്വാധീനമുള്ള ഒരു പ്രവാസി വ്യവസായി മണിയൻപിള്ള രാജുവിനെ സഹായിക്കാൻ വേണ്ടി രംഗത്തെത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട്. അപകടത്തിന് പിന്നാലെ രാജുവിനെ ഫോണിൽ ബന്ധപ്പെട്ട സുഹൃത്ത് ശാസ്തമംഗലം മോഹൻ പറയുന്നത് രാജു ഭയന്നാണ് അവിടെ നിന്നും പോയതെന്നാണ്. എന്നാൽ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലാത്ത പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് എന്തിന് ഭയപ്പെട്ടു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. വിഷയം വിവാദമായതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറിയുടെ കർശന നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. DCP വിനോദിനാണ് അന്വേഷണ ചുമതല. മ്യൂസിയം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഇവയാണ്: പ്രതിയെ കണ്ടിട്ടും കസ്റ്റഡിയിൽ എടുക്കാതിരുന്നത്, വൈദ്യപരിശോധന 12 മണിക്കൂർ വൈകിപ്പിച്ചത്, വാഹനം ഉടൻ കസ്റ്റഡിയിൽ എടുക്കാത്തത്, സ്റ്റേഷൻ ഡയറിയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിലെ കൃത്യത കുറവ്. മണിയൻപിള്ള രാജുവിന്റെ തന്നെ പ്രശസ്തമായ ദീം തരികിട തോം എന്ന സിനിമയിലെ തമാശ രംഗങ്ങൾ പോലെയാണ് ഇപ്പോൾ പോലീസിന്റെ അവസ്ഥ. പ്രതിയെ സഹായിക്കാൻ ശ്രമിച്ച പോലീസുകാർ ഇപ്പോൾ സ്വന്തം തൊപ്പിതെറിക്കുമെന്ന അവസ്ഥയിലാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സഹായത്തോടെ ഓരോ ഉദ്യോഗസ്ഥന്റെയും പങ്ക് അന്വേഷണ സംഘം പരിശോധിക്കുന്നുമുണ്ട്. CCTV ദൃശ്യങ്ങളും ഫോൺ കോൾ റെക്കോർഡുകളും പരിശോധിക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ജനാധിപത്യ തത്വം സംരക്ഷിക്കപ്പെടേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്. എന്നാൽ പ്രശസ്തർ പ്രതികളാകുമ്പോൾ പോലീസ് സംവിധാനങ്ങൾ അവർക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നത് ജനങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നു. മണിയൻപിള്ള രാജു എന്ന വ്യക്തിയോടുള്ള സ്നേഹമല്ല, മറിച്ച് നിയമം നടപ്പിലാക്കുന്നതിലെ വിവേചനമാണ് ഇവിടെ ചർച്ചയാവുന്നത്. DCP വിനോദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം എത്രത്തോളം നിഷ്പക്ഷമായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരള പോലീസിന്റെ ഇനിയുള്ള അന്തസ്സ്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടായാൽ മാത്രമേ ഇത്തരം നിയമവിരുദ്ധമായ സഹായങ്ങൾ ഭാവിയിൽ അവസാനിക്കുകയുള്ളൂ.